സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലേണിംഗ് വിത്ത് മീയുടെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം ദീപ്തി ടീച്ചർ. പലരും പൂമൊട്ട് എന്ന കഥ വായിച്ച വീഡിയോകൾ ടീച്ചർ കണ്ടു. അപ്പോൾ നിങ്ങളെ ഒന്ന് സഹായിച്ചാലോ എന്നെനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് ഇന്ന് നാം ഒന്നിച്ച് പൂമൊട്ട് എന്ന ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുന്നത്. നമുക്ക് തുടങ്ങിയാലോ? പൂമൊട്ട്. അൽബേനിയയിലെ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരുന്നു ആഗ്നസ്. നല്ല ഭംഗിയുള്ള കൊച്ചുമിടുക്കി. ഹോങ്സ് എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. പൂമൊട്ട് എന്ന് അർത്ഥം. അവളുടെ മൂത്ത സഹോദരൻ ലാസർ. ഏജ് എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ലാസർ മധുരക്കൊതിയനായിരുന്നു. കേക്കും ജാമും ചോക്ലേറ്റുമായിരുന്നു അവൻ്റെ ഇഷ്ടഭക്ഷണം. അമ്മ വീട്ടിലില്ലാത്ത തക്കം നോക്കി ലാസറും ഏജും മധുരപലഹാരങ്ങൾ എടുത്തു തിന്നുമായിരുന്നു. എന്നാൽ ഇളയവളായ ഹോങ്സ് അവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അമ്മയറിയാതെ ആഹാരം എടുത്തു കഴിക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു അവളുടെ പക്ഷം. ആരും കാണുന്നില്ലെന്ന് കരുതി ഒരിക്കലും തെറ്റു ചെയ്യരുത്. അമ്മയുടെ ഈ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. ഒരു ദിവസം സഹപാഠികളെയും ചില അധ്യാപകരെയും കളിയാക്കി ചിരിക്കുകയായിരുന്നു ചേട്ടനും ചേച്ചിയും. ഹോങ്സും അതിൽ കൂട്ടുചേർന്നു. അടുത്ത മുറിയിലിരുന്ന് തുണിയിൽ ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്ന അമ്മ അത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് വെളിച്ചമണഞ്ഞു. മുറിയിലാകെ ഇരുട്ടു പരന്നു. കുട്ടികൾ പരിഭ്രാന്തരായി. അവർ പുറത്തിറങ്ങി നോക്കി. തൊട്ടടുത്ത വീടുകളിലും തെരുവിലും നല്ല വെളിച്ചം. കുട്ടികൾ അമ്മയുടെ മുറിയിൽ ഓടിയെത്തി. അവിടെയും വെളിച്ചമുണ്ട്. അമ്മ ശാന്തമായി ശ്രദ്ധാപൂർവം ജോലി ചെയ്യുകയാണ്. അമ്മേ, ഞങ്ങളുടെ മുറിയിൽ മാത്രം വെളിച്ചമില്ല, ഹോങ്സ് പരാതിപ്പെട്ടു. ഉണ്ടാവില്ല, നിങ്ങളുടെ മുറിയിൽ എന്തിനാണ് വെളിച്ചം? കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. അമ്മ തുടർന്നു. നിങ്ങൾ അവിടെ വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. കൂട്ടുകാരെയും ഗുരുനാഥരെയും പരിഹസിക്കുകയല്ലേ. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. കുട്ടികൾ പരസ്പരം നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞു കൊടുത്ത നല്ല കാര്യങ്ങൾ കേട്ടു പഠിച്ച ഹോങ്സ് ആരാണെന്നറിയണ്ടേ? അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ. ടീച്ചർ വായിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും പാഠഭാഗം എന്നും വായിക്കണം. അതത് ദിവസം എടുക്കുന്ന പാഠഭാഗങ്ങൾ ദിവസവും വായിക്കുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ. നല്ല വായന പഠിക്കുന്നതിന് വായിക്കുക എന്നത് തന്നെയാണ് ഏകമാർഗം. വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ വാക്കും കൃത്യമായി സ്പഷ്ടമായി ഉച്ചരിക്കണം. വാചകങ്ങൾ പൂർത്തിയാകുന്ന പൂർണ്ണവിരാമം വരുന്നിടത്ത് അതിനനുസരിച്ചുള്ള നിർത്ത് വരുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ ഓരോ വാക്യത്തിനും ആവശ്യമുള്ള ഭാവം നൽകി ശബ്ദത്തിൽ ക്രമീകരണം വരുത്തി വേണം വായിക്കാൻ. അടുത്ത ഒരു തവണ പാഠം വായിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാകണം കേട്ടോ. ഇനിയൊരു വിഷയവുമായി വീണ്ടും എത്തും വരേക്കും നന്ദി. ദിസ് ഇസ് ദീപ്തി കെ അരവിന്ദാക്ഷൻ signing off in Learning with Me. Bye-bye.